Hello everyone, welcome back to Xylem, welcome back to the world of English. 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പരീക്ഷയിൽ സ്ഥിരമായിട്ട് ആവർത്തിച്ചു വരുന്ന ഒരു ഡിസ്കോഴ്സ് ആണ് നോട്ടീസ്. നോട്ടീസിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്ട്രക്ചർ അറിയാമെങ്കിൽ ഈസിലി 6 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. 9ാം ക്ലാസ്സിൽ 6 മാർക്കിനാണ് നോട്ടീസ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നോട്ടീസിൽ നിങ്ങളുടെ കോണ്ടന്റിനേക്കാളും ഇമ്പോർട്ടന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, സർ 6 മാർക്കിന് നമ്മുടെ പരീക്ഷയിൽ നോട്ടീസ് ചോദിക്കുന്നു. എങ്ങനെയാണ് സർ നമുക്ക് ഈ ചോദ്യം എഴുതാൻ പറ്റുക, എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യാൻ പറ്റുക? ഇത്രയും കാര്യങ്ങളാണ് സർ, നിങ്ങൾ പേടിക്കണ്ട, ഇത്രയും പോയിന്റ്സ് ആണ് ഒരു നോട്ടീസിൽ ഉണ്ടായിരിക്കേണ്ടത്. എത്ര പോയിന്റ്സ് ആണ്? 9 പോയിന്റ്സ് ആണ് നിങ്ങളൊരു നോട്ടീസിൽ മാൻഡേറ്ററി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ്. ഈ 9 പോയിന്റ്സ് അടിപൊളിയായിട്ട് നമ്മളൊരു 10 മിനിറ്റിനുള്ളിൽ പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് നോട്ടീസും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മൾ നോട്ടീസ് ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ നോട്ടീസ് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ടോപ്പിക് തന്നിട്ടുണ്ടാവും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഈ കാര്യം പച്ചവെള്ളാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഡെമോ ടോപ്പിക് എടുക്കുവാണ്. നിങ്ങളുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ്, ഏത് ക്ലബ്ബാണ്? സോഷ്യൽ സയൻസ് ക്ലബ്ബാണ്. എന്ത് നടത്താൻ തീരുമാനിച്ചു? ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചു. എന്ത് നടത്താൻ തീരുമാനിച്ചു? ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചു. കൃത്യമായിട്ട് കേട്ടോളെ. എന്തിനെ കുറിച്ചാണ് സെമിനാർ നടത്താൻ തീരുമാനിക്കുന്നത്? സെമിനാർ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. എ സെമിനാർ ഓൺ ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ സെമിനാർ ഓൺ ക്ലൈമറ്റ് ക്രൈസിസോ എന്തോ ആയിക്കോട്ടെ, ഇതാണ് നിങ്ങളുടെ ടോപ്പിക്. പക്ഷെ പരീക്ഷാ പേപ്പറിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും. നിങ്ങൾ ആ സോഷ്യൽ സയൻസ് ക്ലബിന്റെ സെക്രട്ടറി ആണ് എന്ന് വിചാരിക്കും. നിങ്ങൾ ആ സോഷ്യൽ സയൻസ് ക്ലബിന്റെ സെക്രട്ടറി ആണ്, നിങ്ങളോട് ഒരു നോട്ടീസ് എഴുതാൻ പറയുന്നു. ഇവിടെ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ ഈ ടോപ്പിക് മാറും. എന്ത്? സെമിനാറിന് പകരം വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ സെമിനാർ തന്നെ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കാം. ഈ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം എന്നാണ് സാറ് പറയാൻ പോകുന്നത്. കൃത്യമായി നിങ്ങൾ എന്നെ കേട്ടിരിക്കുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ പോയിന്റ് എന്താണ്? നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഓർഗനൈസേഷൻ ദാറ്റ് കണ്ടക്ട്സ് എ പ്രോഗ്രാം. മലയാളം, ഏത് ഓർഗനൈസേഷൻ ആണോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ പേര് മുകളിൽ എഴുതുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഇതൊക്കെ ചോദ്യത്തിലുണ്ടാവും. സോഷ്യൽ സയൻസ് ക്ലബ്ബാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി തുടങ്ങുവാണ്, നോട്ടീസ് ഞാൻ എഴുതുവാണ്. നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്. ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടീസ് എന്ന് എഴുതിയിട്ട് തന്നെ തുടങ്ങാം. ഓക്കെ, സോ നോട്ടീസ് എന്ന് എഴുതുന്നു. അതിനുശേഷം ആരാണോ പ്രോഗ്രാം നടത്തുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓർഗനൈസേഷന്റെ പേര്. ആരാണ് നമ്മുടെ കേസിൽ പ്രോഗ്രാം നടത്തുന്നത്? നോക്കൂ, സോഷ്യൽ സയൻസ് ക്ലബ്. സോഷ്യൽ സയൻസ് ക്ലബ്. ഒരു സ്കൂൾ, ഒരു ഇമാജിനറി സ്കൂളിന്റെ പേര് കൊടുക്കുക. ABC സ്കൂൾ കോഴിക്കോട്. ABC സ്കൂൾ കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട്. ഇപ്പൊ നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1 കഴിഞ്ഞു. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2 എന്താ നോക്കൂ. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഹെഡിങ് ആണ്, അല്ലെങ്കിൽ സബ്ജക്ട് ഓഫ് ദ നോട്ടീസ് ആണ്. എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് എഴുതലാണ് സ്റ്റെപ്പ് നമ്പർ 2. സിമ്പിൾ ആണ്, കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താണ് സെമിനാർ? സെമിനാർ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. എന്താണ് പ്രോഗ്രാം? സെമിനാർ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് എവിടെ ഉണ്ടാവും? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കുക. എന്താണ് അത്? വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ലെറ്ററിൽ എഴുതാം, സെമിനാർ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. സെമിനാർ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. മക്കളെ, സാർ എന്തിനാണ് ഇങ്ങനെ എഴുതി കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം 10ാം ക്ലാസ്സിലും ഇതേ ഡിസ്കോഴ്സ് ചോദിക്കും. അപ്പോഴും നാച്ചു സാർ പറഞ്ഞ കാര്യം ഗംഭീരമായിട്ട് നിങ്ങൾ ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് ഒടുവിൽ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, ശരി. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സാല്യൂട്ടേഷൻ ആണ്. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. എന്താണ് സാല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? നിങ്ങൾ അഭിസംബോധന ചെയ്യണം. ആർക്കാണോ നോട്ടീസ് എഴുതുന്നത് അവരെ നിങ്ങൾ അഭിസംബോധന ചെയ്യണം. ഇത് ഞാൻ എൻ്റെ സ്കൂളിൽ അടിക്കുന്ന നോട്ടീസ് ആയതുകൊണ്ട് ഞാൻ അവിടുത്തെ ടീച്ചേഴ്സിനും കുട്ടികൾക്കുമാണ് ഈ നോട്ടീസ് കൊടുക്കുന്നത്. സോ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെഴുതി കഴിയുന്നു? സാല്യൂട്ടേഷൻ എഴുതി. അടുത്ത പരിപാടി എന്താണ്? അടുത്തത് ഇൻട്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ ആണ്. ഇവിടെ മാത്രമാണ് നിങ്ങൾ കൃത്യമായിട്ട് ചില സെന്റൻസുകളെ ഓർമ്മിച്ച് വെക്കേണ്ടത്. എങ്ങനെയാണ് പറയുന്നത്
നോക്കൂ, ഞാൻ ഇങ്ങനെയാണ് എഴുതാൻ പോകുന്നത്. സോഷ്യൽ സയൻസ് ക്ലബ്. എന്താണ്? സോഷ്യൽ സയൻസ് ക്ലബ് ഓഫ്, നിങ്ങൾ മോള് പറഞ്ഞത് മാറ്റി എഴുതരുത്, ABC സ്കൂൾ. സോഷ്യൽ സയൻസ് ക്ലബ് ഓഫ് ABC സ്കൂൾ കോഴിക്കോട് ഹാസ് ഡിസൈഡഡ് ടു. ഇത് ഒരു കോമൺ ഫ്രേസ് ആണ്, അല്ലെങ്കിൽ ഒരു കോമൺ സെന്റൻസ് ആണ്. ഹാസ് ഡിസൈഡഡ് ടു എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് നടത്താൻ തീരുമാനിച്ചു എന്നാണ്. എന്താണ്? ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്. ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്. എന്താ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചത്? സെമിനാർ ആണ്. ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ. എ സെമിനാർ ഓൺ ദ ടോപ്പിക്. എ സെമിനാർ ഓൺ ദ ടോപ്പിക് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഡേറ്റ് കൂടെ കൊടുക്കാം. നമ്മൾ ഡേറ്റ് എന്തായാലും സെപ്പറേറ്റ് എഴുതും, എന്നാലും ഡേറ്റ് കൂടെ കൊടുത്തു കുറച്ച് കോണ്ടന്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓൺ 2nd November 2023 നിങ്ങൾ എന്താണ് പരിപാടി നടത്താൻ തീരുമാനിച്ചത്? അപ്പൊ ഇവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഫ്രേസ് ഏതാണ്? ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്. ഓക്കെ, ഇങ്ങനെ മിനിമം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. ഇനി നോക്കൂ, ഇനി നിങ്ങൾ ഏത് പ്രോഗ്രാം ആണെങ്കിലും ഒരു ഇനാഗുറേറ്റ് ചെയ്യാൻ ഒരാളെ നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് ചിലപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും പരീക്ഷാ പേപ്പറിൽ ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇമാജിനറി ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ സൃഷ്ടിക്കുക. അപ്പൊ എന്റെ കേസിൽ ഞാനാണ് വരുന്നത് ഇരിക്കും. അപ്പൊ എന്റെ പേര് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നാസർ ഫാറുദ്ദീൻ. എന്നിട്ട് നിങ്ങളൊരു കോമ ഇടണം. എന്നിട്ട് ആരാണ് ഈ നാസർ ഫാറുദ്ദീൻ എന്ന് നിങ്ങൾ പറയണം. നോക്കൂ, ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അതുമായി ബന്ധപ്പെട്ട ആളായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? നാസർ ഫാറുദ്ദീൻ ആരാണെന്ന് പറയുന്നു. ആൻ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ്. ആരാണ്? ആൻ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ കോമ ഞാൻ ക്ലോസ് ചെയ്യുന്നു. കാരണം ഞാൻ എന്തിനാണ് ആ കോമ സ്റ്റാർട്ട് ചെയ്തത്? എനിക്ക് ആളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു കഴിഞ്ഞോ, കോമ ക്ലോസ് ചെയ്തു. എന്നിട്ടോ വിൽ ഇനാഗുറേറ്റ്, ഹാസ് കൺസെന്റഡ് ടു ഇനാഗുറേറ്റ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് വിൽ ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. വിൽ ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ബോഡി ഓഫ് ദ നോട്ടീസായി. ഇനാഗുറേറ്റിന്റെ സ്പെല്ലിംഗ് മക്കൾ തെറ്റിക്കരുത്. ബോഡി ഓഫ് ദ നോട്ടീസായി. ശരിയല്ലേ? കിട്ടി. വിൽ ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. ഇനിയാണ് പ്രധാനപ്പെട്ട അടുത്ത കാര്യം. എന്താണ്? ഡേറ്റ്, ടൈം, വെന്യൂ. നമ്മളൊരു നോട്ടീസ് എഴുതുന്നത് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് വളരെ എളുപ്പത്തിൽ ഇത് വായിക്കുന്ന ആൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പ്രോഗ്രാമിന്റെ ഡേറ്റും വെന്യൂം എന്ത് കൊടുക്കണം? ഡേറ്റും ടൈമും വെന്യൂ എന്ത് ചെയ്യണം? ഓർഡറിൽ കൊടുക്കണം. ഡേറ്റ്, ടൈം, വെന്യൂ, DTV. അതെന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ D ആണ് ആദ്യം വരുന്നത്, T ആണ് രണ്ടാമത് വരുന്നത്, V ആണ് മൂന്നാമത് വരുന്നത്. എന്താണ് വെന്യൂ എന്ന് പറഞ്ഞാൽ? സ്ഥലമാണ്, സംഭവം നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ എഴുതുന്നു, ഇത്രയും കാര്യങ്ങൾ എഴുതുന്നു. ഡേറ്റ്, ടൈം, വെന്യൂ. ഡേറ്റ്, ടൈം, വെന്യൂ. ഡേറ്റ് നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, മാറിപ്പോരുത്. 2nd October 2023. ടൈം ഏതെങ്കിലും ഒരു സമയം കൊടുക്കുക, 2 PM എന്ന് കൊടുക്കുന്നു. വെന്യൂ നമ്മൾ സാധാരണ നമ്മുടെ എല്ലാ പരിപാടിയും നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ്? സ്കൂൾ ഓഡിറ്റോറിയം. എന്താണ്? സ്കൂൾ ഓഡിറ്റോറിയം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഡേറ്റ്, ടൈം, വെന്യൂ. ഇത്രയും കാര്യം ചെയ്തല്ലോ. ഇത്രയും കാര്യം കഴിഞ്ഞാൽ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം നമ്മൾ എഴുതിയാണ് പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഇൻവിറ്റേഷൻ കൊടുക്കും. എന്താ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഈ 9 പോയിന്റ്സ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കും, പക്ഷേ ഇത് എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആളുകളെ എന്ത് ചെയ്യുന്നു? ക്ഷണിക്കുന്നു. നമ്മൾ സാധാരണ എഴുതുന്ന ഒരു ക്ലാസിക് സെന്റൻസ് ഉണ്ട്, ഓൾ ആർ വെൽക്കം. ഓൾ ആർ വെൽക്കം. പക്ഷെ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷൻ പറഞ്ഞു തരാം. ഓൾ ആർ cordially invited. All are cordially invited. ഇത്രയും കഴിഞ്ഞാൽ എന്തായി? വെൽക്കമായി. ഓൾ ആർ കോഡിയലി ഇൻവൈറ്റഡ്. എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഫ്രേസ് ആണ്, ഓൾ ആർ കോഡിയലി ഇൻവൈറ്റഡ്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താണ്? പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണ്. നോക്കിക്കോളെ, 6 മാർക്കിന്റെ നോട്ടീസ് ചോദിക്കുന്ന സമയത്ത് പരമാവധി നിങ്ങൾ പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടി നോക്കുക. അതെങ്ങനെയാണെന്ന് സാറ് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാം. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യം മുകളിൽ പ്രോഗ്രാം ഡീറ്റെയിൽസ്, അതായത് ഓൾ ആർ കോഡിയിൽ ഇൻവൈറ്റഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതുക. പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ സ്പെല്ലിംഗ് PROGRAMME ആണ് എന്നൊന്ന് ഓർമ്മിച്ച് വെക്കുക. പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതുന്നു. മിനിമം ഇത്രയും കാര്യങ്ങൾ. പ്രെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഓക്കെ, ഞാൻ പ്രയറിൽ വേണമെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രയർ എന്ന് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും നമുക്കൊരു വെൽക്കം സ്പീച്ച് വേണം. ഓക്കെ, എന്ത് വേണം? വെൽക്കം സ്പീച്ച് വേണം. സ്വാഗത പ്രസംഗം വേണം. എന്താണ്? സ്വാഗത പ്രസംഗം വേണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം
പലരോടും മറന്നു പോകുന്ന ഒരു കാര്യം, പ്രസിഡൻഷ്യൽ അഡ്രസ്. എന്താണ് പ്രസിഡൻഷ്യൽ അഡ്രസ്? പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യക്ഷ പ്രസംഗം എന്നാണ്. പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യക്ഷ പ്രസംഗം എന്നാണ്. ഇത് മൂന്നും കഴിഞ്ഞിട്ടാണ് അധ്യക്ഷനാണ് ഇനാഗുറേറ്റ് ചെയ്യുന്ന ആളെ വിളിക്കുന്നത്. സോ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇനൗഗുറേഷൻ ആണ്. അടുത്ത പരിപാടി എന്താണ്? ഇനൗഗുറേഷൻ ആണ്. നമ്മുടെ നോട്ടീസ് 6 മാർക്ക് നേടാൻ പോവാണ്. അടുത്തത് ഫെലിസിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ നന്ദിയാണ്. ഫെലിസിറ്റേഷൻ ആണ് അല്ലെങ്കിൽ നന്ദിയാണ്. അവസാനം വോട്ട് ഓഫ് താങ്ക്സ് ആണ്. സോറി, ഞാൻ ഫെലിസിറ്റേഷൻ നന്ദി എന്നല്ല പറഞ്ഞത്. ഫെലിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആശംസയാണ്. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സ് നന്ദിയാണ്. ഇതിൽ എന്ത് മാറിപ്പോയാലും നിങ്ങൾ മാറിപ്പോകാതിരിക്കേണ്ടത് ഇനാഗുറേഷൻ ആണ്. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ബോഡി ഓഫ് ദ നോട്ടീസിൽ പറഞ്ഞു നാസർ ഫാറുദ്ദീൻ ആണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. നാസർ ഫാറുദ്ദീൻ. ഓക്കെ, എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ്. കോമിറ്റിട്ട് എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ വോട്ട് ഓഫ് താങ്ക്സ് പറയാറ് പരിപാടി നടത്തുന്ന ആളാണ്. ആരാണത്? സെക്രട്ടറി. എന്താണ്? സെക്രട്ടറി സോഷ്യൽ സയൻസ് ക്ലബ്. സെക്രട്ടറി സോഷ്യൽ സയൻസ് ക്ലബ്. ഇനി പ്രയർ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ കൊയർ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സ്കൂളിലെ പാട്ട് സംഘം, സ്കൂൾ കൊയർ. വെൽക്കം സ്പീച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ PTA പ്രസിഡന്റിനെ കൊണ്ടോ അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് മാസ്റ്ററെ കൊണ്ടോ ഒക്കെ പറയിപ്പിക്കാം. അതൊക്കെ നിങ്ങളുടെ ഔചിത്യത്തിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാം. ഇനി പ്രസിഡൻഷ്യൽ അഡ്രസ് സ്കൂൾ ഹെഡ് മാസ്റ്റർ. സ്കൂൾ ഹെഡ് മാസ്റ്റർ. ഇത് ഇങ്ങനെ തന്നെ എഴുതുന്നില്ല, ഇത് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. അടുത്തത് ഫെലിസിറ്റേഷൻ. സ്കൂൾ ലീഡർ ആശംസ പറഞ്ഞോട്ടെ. ഓക്കെ, ഇതിലൊന്നും വലിയ പ്രശ്നം വരില്ല. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ പ്രോഗ്രാം ഡീറ്റെയിൽസ് ആയി. അടുത്ത കാര്യം എന്താ നോക്കൂ. അടുത്ത കാര്യം ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ദ നോട്ടീസ് ഇഷ്യൂവൻസ് ആണ്. എന്താണ്? ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ദ നോട്ടീസ് ഇഷ്യൂവൻസും സിഗ്നേച്ചറി അല്ലെങ്കിൽ നോട്ടീസ് ഇഷ്യൂയിങ് അതോറിറ്റിയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേടി തോന്നും, പക്ഷെ ഒന്നുമില്ല. ഇതോടുകൂടെ നമ്മൾ പരിപാടി കഴിയാൻ പോവാണ്. നോക്കൂ, ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, ഡേറ്റ് ആൻഡ് ടൈം അല്ലെങ്കിൽ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ദി നോട്ടീസ് ഇഷ്യൂവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ അല്ലെങ്കിൽ ഏത് ദിവസമാണോ നോട്ടീസ് പ്രിന്റ് ചെയ്തത്, ആ പ്രിന്റ് ചെയ്ത തീയതിയും ആ പ്രിന്റ് ചെയ്ത ഡേറ്റും, ആ പ്രിന്റ് ചെയ്ത തീയതിയും ആ പ്രിന്റ് ചെയ്ത പ്ലേസും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പരിപാടി നടക്കുന്നത് 2 ഒക്ടോബർ 2023 അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ നോട്ടീസ് ഒരാഴ്ച മുമ്പെങ്കിലും പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഒക്ടോബറിന് മുമ്പുള്ള മാസം ഏതാണ്? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഓക്കെ, സെപ്റ്റംബർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സെപ്റ്റംബറിലുള്ള ഏതെങ്കിലും ഡേറ്റ് എഴുതുന്നു. 18 സെപ്റ്റംബർ 2023. പിന്നെ നിങ്ങൾ ആ സ്ഥലം എവിടെ നിന്നാണോ നിങ്ങൾ നോട്ടീസ് പ്രിന്റ് ചെയ്യുന്നത് ആ സ്ഥലം കൂടി എഴുതുന്നു. റൈറ്റ് സൈഡിൽ ആരാണോ നോട്ടീസ് അടിച്ചിറക്കുന്നത് അവരുടെ ഡെസിഗ്നേഷനും പേരും, അല്ലെ? ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥാനപ്പേര്. സോഷ്യൽ സയൻസ് ക്ലബ്. പേര് എഴുതണ്ട, സെക്രട്ടറി സോഷ്യൽ സയൻസ് ക്ലബ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഗംഭീരമായ ഒരു നോട്ടീസായി. 6 മാർക്കിന് ഇത്ര മാത്രം എഴുതിയാൽ മതി. ഓക്കെ, 6 മാർക്കിന് നിങ്ങൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. നോട്ടീസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു? എഴുതി പഠിച്ചിട്ടുണ്ട്. ആ എഴുതി പഠിക്കുക എന്നുള്ള പ്രോസസ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ബോണസ് തരാം. ആ ബോണസ് ഇതാണ് നിങ്ങളുടെ ബോണസ്. നോക്കൂ, ഇങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ പരീക്ഷയ്ക്ക് വന്നേക്കാം, അല്ലെങ്കിൽ വരാൻ നല്ല സാധ്യതയുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ഈസ് ആൻ അർജന്റ് നെസസിറ്റി. അർജന്റ് നെസസിറ്റി ആണ് എന്ത്? പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ടു ക്രിയേറ്റ് ആൻ അവയർനെസ് ഓൺ ദിസ്, ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടി നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ത് തീരുമാനിച്ചു? ലിസൺ ടു ദ മൗണ്ടെയിൻ എന്ന് പറഞ്ഞ ഡ്രാമ സ്റ്റേജ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ച് നിങ്ങളൊരു നോട്ടീസ് ഉണ്ടാക്കണം. നമുക്കറിയാം, ഒരു നാടകം, ഒരു ഡ്രാമ പ്ലേ ചെയ്യുന്നതിന് നമുക്ക് ആശംസയുടെയോ വോട്ട് ഓഫ് താങ്ക്സിന്റെ ഒന്നും ആവശ്യമില്ല. പരമാവധി അവിടെ നിങ്ങൾ ഒരു ഇനാഗുറേഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ, ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു സിനിമ പ്ലേ ചെയ്യുക, സ്റ്റേജ് ചെയ്യുക, അവതരിപ്പിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ഡീറ്റെയിൽസ് ഇല്ലാതെ എന്ത് ചെയ്യാം? നോട്ടീസ് എഴുതാം. ഈ പ്രോഗ്രാം ഡീറ്റെയിൽസ് എഴുതിയ ഒരു കുഴപ്പമില്ല. എഴുതേണ്ടത് എങ്ങനെയാണെന്ന് സാറ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ നോട്ടീസിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ ആൻസർ കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. ആദ്യം നിങ്ങൾ എഴുതേണ്ട കാര്യം, നോട്ടീസ് നിങ്ങൾ എഴുതുന്നുണ്ട് ഇംഗ്ലീഷ് ക്ലബ് ABC സ്കൂൾ കോഴിക്കോട്, ലിസൺ ടു ദ മൗണ്ടെയിൻ ആണ് നാടകം. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കണം എന്താ? സ്റ്റേജിങ് ഓഫ് ദ പ്ലേ. എന്താണ്? സ്റ്റേജിങ് ഓഫ് ദ പ്ലേ എന്ന് കൃത്യമായിട്ട് കൊടുക്കണം. അടുത്തത് സാല്യൂട്ടേഷൻ. എന്താണ്? ഡിയർ ഫ്രണ്ട്സ്. അടുത്തത് ബോഡി ഓഫ് ദ നോട്ടീസ് ആണ്. ശ്രദ്ധിച്ചോ? ദ ABC ഇംഗ്ലീഷ് സ്കൂൾ കോഴിക്കോട് proudly announces, അഭിമാന പുരസ്സരം അനൗൺസ് ചെയ്യുന്നു, that the English club of the school has decided to stage the famous play Listen to the Mountain എന്ന് പറഞ്ഞ ഫേമസ് പ്ലേ
സ്റ്റേജ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്തിന് സ്റ്റേജ് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ, പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്തിന്? ടു ക്രിയേറ്റ് അവയർനെസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്ടിങ് നേച്ചർ. ഇത് എവിടെ നിന്ന് കിട്ടിയത് സാറേ? ഇത് ക്വസ്റ്റ്യനിലുണ്ട്. എന്തിനാണ്? ടു ക്രിയേറ്റ് അവയർനെസ് ഓൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ എന്നുള്ളത് നിങ്ങൾ എഴുതുന്നു. നാസർ ഫാറുദ്ദീൻ, വീണ്ടും ഞാനല്ലേ എഴുതുന്നത്. ഓക്കെ, the renowned environmental activist is the chief guest and he will inaugurate the staging of the play. ഇത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. ഒരാളുടെ പേര് പറയാം, അയാൾ എന്താണെന്ന് പറയാ, ഈസ് ദ ചീഫ് ഗസ്റ്റ് എന്ന് പറയാ, എന്നിട്ടോ അയാൾ തന്നെ ഈ സ്റ്റേജിങ് ഓഫ് ദ പ്ലേ ഉദ്ഘാടനം ചെയ്യും, ഇനാഗുറേറ്റ് ചെയ്യും എന്ന് പറയാ. അതിനുശേഷം ഡേറ്റ്, ടൈം, വെന്യൂ, ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു വാച്ച് ദ പ്ലേ. ലെഫ്റ്റ് സൈഡില് പ്ലേസും ഡേറ്റും, റൈറ്റ് സൈഡില് ആരാണോ നോട്ടീസ് എഴുതുന്നത് അയാളുടെ ഡെസിഗ്നേഷൻ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായാലും നോട്ടീസായി. അടിപൊളിയായിട്ട് പഠിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, സാർ ഞാൻ നോട്ടീസ് എഴുതുന്ന പഠിച്ചു, 6 മാർക്കിന് നോട്ടീസ് വന്നാൽ എങ്ങനെ എഴുതാമെന്ന് സാറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് ഈ ലൈവ് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇപ്പൊ തന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു ലൈക്കും നിങ്ങളുടെ കമന്റും അറിയിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു എവറിബഡി.